الرحمن علم القرآن خلق الإنسان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അത്തഹസ്സുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലും താടി രോമങ്ങളിലും ചില മുടികളൊക്കെ നരച്ചിരുന്നു. സഹാബിമാർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നരച്ച രോമങ്ങൾ എണ്ണിയിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും അവർ നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂൽ അല്ലാഹ് ഖദ് ശിബ്ത, അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾക്ക് നര ബാധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നരക്കുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ശയ്യബത്നി ഹൂദുൻ വൽവാഖിഅതു വൽമുർസലാതു വഅമ്മ യതസാഅലൂൻ വഇദശംസു കുവിറത്. അബൂബക്കർ, എനിക്ക് നര ബാധിക്കാനുള്ള കാരണം സൂറത്തു ഹൂദും വാഖിഅയും മുർസലാത്തും അമ്മ യതസാഅലൂനും സൂറത്തു തക്വീറുമൊക്കെയാണ്. സൃഷ്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും ഏറ്റവും അധികം തഖ്വയുള്ളതും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ആ നബിയെ ഖുർആൻ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഹദീസ് നമ്മളോട് പറയുന്നത്. ഖുർആൻ നാവുകൊണ്ട് മാത്രം വായിക്കാതെ ഹൃദയം കൊണ്ടുകൂടി പാരായണം ചെയ്യുകയും അതിലെ ഓർമ്മപ്പെടുത്തലുകളെപ്പറ്റിയും ഗുണപാഠങ്ങളെപ്പറ്റിയും ഗൗരവത്തിൽ ആലോചിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനിൽ മാറ്റങ്ങളുണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. തൊണ്ടയിൽ നിന്ന് താഴോട്ടിറങ്ങാത്ത വിധത്തിൽ ഖുർആൻ ഓതുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിക്കാനുള്ള ഒരു എളിയ ശ്രമവും ചെറിയ പരിശ്രമവുമാണ് അത്തഹസ്സുലിലൂടെ നമ്മൾ നടത്തുന്നത്. അള്ളാഹു ഈ പരിശ്രമങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, സൂറത്തുർ റഹ്മാനിലെ ആദ്യ 6 വചനങ്ങളാണ് കഴിഞ്ഞ ദർസുകളിലായിട്ട് നമ്മൾ പൂർത്തിയാക്കിയത്. ഇനി 7ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് എടുക്കാനുള്ളത്. ആദ്യം നമുക്ക് ആ ഭാഗങ്ങളൊന്ന് പാരായണം ചെയ്യാം. അതിൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളോട് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, സൂറത്തുർ റഹ്മാൻ ഒരുപാട് ആളുകൾക്ക് ഹിഫ്ള് ഉണ്ടാകും. ഹിഫ്ള് ഇല്ലാത്തവർ നമ്മുടെ ഈ ഒരു പഠനത്തിൻ്റെ കൂടെ തന്നെ ഈ അധ്യായം മനഃപ്പാഠമാക്കാൻ കൂടി പ്രത്യേകം ശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ وأقيموا الوزن بالقسط ولا تخسروا الميزان. ഒന്നുകൂടി ശ്രദ്ധിക്കുക. والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان. ഇതാണ് സൂറത്തുർ റഹ്മാനിലെ 7, 8, 9 ആയത്തുകൾ. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അള്ളാഹു ചെയ്തു തന്ന എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ ചിലതാണ് അള്ളാഹു ഈ അധ്യായത്തിലൂടെ എണ്ണിപ്പറയുന്നത്. ഇനി 7ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ ഉണർത്തുന്നത് എന്താണ്? വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ.
ആകാശത്തെ അവൻ ഉയർത്തി ഉണ്ടാക്കുകയും തുലാസ് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ തുലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ നീതിന്യായ വ്യവസ്ഥയാണ്. അതല്ലാതെ വസ്തുക്കൾ തൂക്കിക്കൊടുക്കുന്ന ഉപകരണമായ തുലാസ് മാത്രമല്ല, അതും ഇതിൽപ്പെടും. അത് നമുക്ക് വിശദീകരിക്കാം. വസ്സമാ, എന്താണ് സമാഉൻ എന്ന് പറഞ്ഞാൽ? ആകാശം, ഉപരി എന്നൊക്കെയാണ് സമാ എന്ന പദത്തിൻ്റെ അർത്ഥം. സമാഉൻ ഖുർആനിൽ ഒരുപാട് വന്ന ഒരു പദം കൂടിയാണ് അത്. അതിൻ്റെ വിപരീതമാണ് അൽ അർദു, ഭൂമി. ആകാശം, ഭൂമി. സമാഉൻ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ്, ജംആണ് സമാവാത്ത്, ആകാശങ്ങൾ. റഫഅഹ, റഫഅ യർഫഉ എന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നാണ് അർത്ഥം. റഫഅഹ, അതിനെ അവൻ ഉയർത്തിയിരിക്കുന്നു. അതിനെ എന്ന് പറഞ്ഞാൽ ആകാശത്തെ. വവദഅ, അവൻ വെക്കുകയും ചെയ്തിരിക്കുന്നു. വദഅ യദഉ എന്ന് പറഞ്ഞാൽ വെക്കുക, സ്ഥാപിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ വവദഅ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 വാവ് നമുക്കവിടെ കാണാം. അതിൽ ആദ്യത്തെ വാവ് വദഅ എന്ന് പറയുമ്പോൾ ആദ്യമുള്ള വാവ് ആൻഡ് എന്ന അർത്ഥത്തിൽ വരുന്ന വാവാണ്. വാവുൽ ആതുഫ് എന്നാണ് അറബി ഭാഷയിൽ അതിന് പറയുക. ഉദാഹരണത്തിന് ജാഅ മുഹമ്മദുൻ വ അഹ്മദു, മുഹമ്മദും അഹ്മദും വന്നു എന്ന് പറയുമല്ലോ, ആൻഡ്. ആ അർത്ഥത്തിലാണ് ആ വാവ് വരുന്നത്. അറബി ഭാഷയിൽ പല ഉപയോഗങ്ങൾക്ക് വേണ്ടി വാവ് എന്ന ഹർഫ് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഉപയോഗമാണ് നമ്മൾ പറഞ്ഞത് ആൻഡ്, ചേർത്തി പറയുക, ഒന്നിനെ മറ്റൊന്നിലേക്ക് കൂട്ടിച്ചേർക്കുക. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന അർത്ഥം ആകാശത്തെ ഉയർത്തുകയും മീസാൻ സ്ഥാപിക്കുകയും എന്ന അർത്ഥം കിട്ടാനാണ് ആ വാവ് വന്നിട്ടുള്ളത്. അൽ മീസാൻ, മീസാനുൻ എന്ന് പറഞ്ഞാൽ തൂക്കിക്കണക്കാക്കുന്ന ഉപകരണം. പലതരത്തിലുള്ള വസ്തുക്കൾ തുലാസിൽ തൂക്കാറുണ്ട്. ആ തുലാസിനാണ്, ആ ഉപകരണത്തിനാണ് സാധാരണ മീസാൻ എന്ന് പറയാറുള്ളത്. അതുപോലെ തന്നെ വിധികളിൽ നീതി നടപ്പാക്കുന്നതിനും മീസാൻ എന്ന് അറബി ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. ഏതായാലും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ആയത്തിൻ്റെ തഫ്സീറുകളിലേക്ക് നീങ്ങാം. ഇവിടെ ശരിക്ക് മീസാൻ എന്ന് പറയുമ്പോൾ അത് 2 തട്ടുകളുള്ള തുലാസ് മാത്രമല്ല. ആ തുലാസും ഈ പറഞ്ഞ മീസാൻ എന്ന പദത്തിൽ ഉൾക്കൊള്ളുമെന്നത് ശരിയാണ്. എന്നാൽ അത് മാത്രമല്ല ഇവിടെ ഉദ്ദേശം. മറിച്ച് മീസാൻ കൊണ്ടുള്ള ഉദ്ദേശം അദിലാണ്, നീതിയാണ്. അതാണ് ഇമാം മുജാഹിദ്, ഇമാം ഖതാദ, ഇമാം ഇബ്നു ജരീർ അത്തൊബരി റഹിമഹുമുല്ല ഇവരിൽ നിന്നൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള അഭിപ്രായം. മീസാൻ എന്ന പദത്തെ നീതി എന്ന അർത്ഥത്തിൽ ഖുർആൻ വേറെയും ഇടങ്ങളിൽ പ്രയോഗിച്ച് നമുക്ക് കാണാൻ പറ്റും. അതിനുള്ള ഒരു ഉദാഹരണമായിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ സൂറത്തു അൽ ഹദീദിലെ 57-ാമത്തെ ആയത്ത് എടുത്തു കൊടുക്കുന്നുണ്ട്. ആ ആയത്തൊന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു പറയുകയാണ്, ലഖദ് അർസൽനാ റസൂലനാ ബിൽ ബയ്യിനാത്ത്, തീർച്ചയായും നാം നമ്മുടെ റസൂലുമാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അയക്കുകയുണ്ടായി. വ അൻസൽനാ മഅഹുമുൽ കിതാബ്, അവരുടെ കൂടെ നാം വേദഗ്രന്ഥം ഇറക്കി. വൽ മീസാൻ, തുലാസും ഇറക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നബിമാരുടെയും കൂടെ അള്ളാഹു തുലാസും ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 2 തട്ടുകളുള്ള വസ്തുക്കൾ തൂക്കിക്കണക്കാക്കുന്ന ഉപകരണമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ നീതിന്യായ വ്യവസ്ഥയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് സൂറത്തു ഹദീദിലെ ആ ആയത്തിൻ്റെ തന്നെ ബാക്കി ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ലിയകൂമന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളുവാൻ വേണ്ടി. അപ്പോൾ മീസാൻ എന്ന പദം തുലാസിന് വേണ്ടി മാത്രമല്ല അറബി ഭാഷയിൽ പ്രയോഗിക്കാറുള്ളത്, നീതി എന്ന അർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട്. തുലാസ് എന്ന് പറഞ്ഞാലും ഒരു തരത്തിൽ നീതി നിർവഹിക്കുക തന്നെയാണല്ലോ ചെയ്യുന്നത്. ഓരോരുത്തർക്കുമുള്ള അവകാശം കൃത്യമായിട്ട് തൂക്കിക്കണക്കാക്കുന്ന ധർമ്മമാണ് തുലാസ് നിർവഹിക്കുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, ഇവിടെ ആകാശത്തെ ഉയർത്തി എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു സംഗതിയല്ല. ആകാശം നമ്മുടെ മേൽക്കൂരയാണ്. ഭൂമിയിൽ വസിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുക്കി തന്ന പന്തലാണ്. ആ മേൽക്കൂര ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ പൊട്ടിത്തകരുമോ എന്ന പേടി നമുക്കില്ലല്ലോ. അള്ളാഹു എങ്ങനെയാണ് ആ മേൽക്കൂരയെ ഉയർത്തിയിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, അത് ശരിക്കും ഒരു അത്ഭുതം തന്നെയല്ലേ.
അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന വളരെ ശ്രദ്ധേയമായ ചോദ്യങ്ങളിൽ ഒന്നാണ് വ ഇലസ്സമായി കൈഫ റുഫിഅത്, ആകാശത്തേക്ക് അവർ നോക്കുന്നില്ലേ, അത് എങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന്. സൂറത്തു ലുക്മാനിലെ 10-ാമത്തെ ആയത്ത് നോക്കുക. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയല്ലേ. ശരിക്കും നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പറ്റിയിട്ടും സൃഷ്ടിപ്പിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ചിന്തിക്കുകയാണെങ്കിൽ, ഉറ്റാലോചിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് അവിടെയൊക്കെ കാണാൻ കഴിയും. അള്ളാഹു പറയാണ്, ഇന്ന ഫി ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്, തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ, ഒരു മേൽക്കൂര കെട്ടണമെങ്കിൽ അതിന് തൂണുകൾ വേണം. പില്ലറില്ലാതെ, തൂണുകളില്ലാതെ നമുക്കൊരു ബിൽഡിംഗ് കെട്ടിപ്പടുത്തുയർത്താൻ പറ്റുമോ? ഒരിക്കലും കഴിയൂല. അത് നിലനിൽക്കണമെങ്കിൽ അതിനെ താങ്ങി നിർത്താൻ ഒരു താങ്ങ് വേണം. എന്നാൽ ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്? ഇതിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. അള്ളാഹുവിനെ അടുത്തറിയാനുള്ള മാർഗങ്ങളിലൊന്നാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പറ്റിയിട്ടും അവൻ്റെ സൃഷ്ടിപ്പിനെ പറ്റിയിട്ടുമൊക്കെ ചിന്തിക്കുക എന്നത്. അള്ളാഹു നമ്മുടെയൊക്കെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ഇനി പ്രിയപ്പെട്ടവരെ, വസ്സമാഅ റഫഅഹ വവദഅൽ മീസാൻ എന്ന ആയത്ത് ഓതുമ്പോൾ ആകാശത്തെ അള്ളാഹു ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറൊരായത്ത് കൂടിയുണ്ട്. വളരെ മനോഹരമാണത്. സൂറത്തു അൽ അംബിയയിലെ 30-ാമത്തെ വചനം. അലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർദ കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ, ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും എന്നിട്ട് അള്ളാഹു അവയെ വേർപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നും സത്യനിഷേധികൾ കണ്ടില്ലേ എന്നാണ് ഖുർആനിൻ്റെ ചോദ്യം. കാനതാ റത്ഖൻ, ആകാശവും ഭൂമിയും റത്ഖായിരുന്നു. റത്ഖുൻ എന്ന പദത്തിന് അടഞ്ഞത്, തിങ്ങിയത്, ഒട്ടിച്ചേർന്നത്, ഇടതൂർന്നത് എന്നൊക്കെയാണ് അർത്ഥം. ഫഫതഖ്നാഹുമാ, പിന്നീട് നാം അവയെ വേർപ്പെടുത്തി. ഫതഖുൻ എന്നാൽ പിളർന്നത്, അടർന്നത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ രണ്ട് പദങ്ങളുടെയും ഈ അർത്ഥങ്ങളുടെ വെളിച്ചത്തിൽ ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ ഈ സൂറത്തു അൽ അംബിയയിലെ 30-ാമത്തെ ആയത്തിന് മുഫസ്സിറുകൾ നൽകിയത് നമുക്ക് കാണാൻ കഴിയും. ഒരു വ്യാഖ്യാനം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഹസനുൽ ബസ്രി റഹിമഹുല്ലയും ഒക്കെ പറയുന്ന വ്യാഖ്യാനമാണ്. ആകാശങ്ങൾ മഴ വർഷിക്കാതെയും ഭൂമി ഉൽപാദനം നൽകാതെയും അടഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നീട് അള്ളാഹു ആകാശത്തിൽ നിന്ന് മഴ ഇറക്കി അതുവഴി ഭൂമിയിൽ സസ്യലതാദികൾ മുളപ്പിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ അള്ളാഹു ആകാശത്തെയും ഭൂമിയെയും പിളർത്തി തുറന്നു. ഇത് നമ്മൾ നമ്മുടെ കൺമുന്നിൽ തന്നെ കാണുന്ന അനുഭവമാണല്ലോ. വറ്റി വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് ആകാശത്തു നിന്ന് അള്ളാഹു മഴ ഇറക്കുന്നു. ആ മഴവെള്ളം കൊണ്ട് ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ച് പൊന്തുന്നു, ഭൂമി പച്ചപ്പുള്ളതായി മാറുന്നു. അതിൽ നമുക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. രണ്ടാമത്തൊരു വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് വ്യാഖ്യാനങ്ങളും അമാനി മൗലവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സമയം കണ്ടെത്തിയിട്ട് ആ ഭാഗമൊന്ന് വായിക്കണമെന്നു കൂടി ഇതിൻ്റെ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു അൽ അംബിയ 21-ാമത്തെ അധ്യായത്തിൻ്റെ 30-ാമത്തെ ആയത്ത് അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്ന് ഒന്ന് വായിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ഇനി പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ രണ്ടാമത്തൊരു വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ, അന്ന സമാവാതി വൽ അർദ കാനതാ റത്ഖൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആകാശവും ഭൂമിയും ഒരു കാലത്ത് തമ്മിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരേ വസ്തുവായിരുന്നു. പിന്നീട് അവ തമ്മിൽ പിളർത്തി ഭൂമിയെ അതിൽ നിന്നും വേർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു വീക്ഷണം കൂടിയാണ്. അഥവാ ആദ്യം ആകാശവും ഭൂമിയും ഒക്കെ ഒന്നായിരുന്നു. പിന്നീട് ആ ആകാശത്തെയും ഭൂമിയെയും അള്ളാഹു വേർപ്പെടുത്തി ആകാശത്തെ മുകളിലാക്കുകയും ഭൂമിയെ താഴെയാക്കുകയും ചെയ്തു. അതാണ് ഫഫതഖ്നാഹുമാ, അവ രണ്ടിനെയും അള്ളാഹു വേർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്നാണ്.
ഏതായാലും ഈ രണ്ട് വ്യാഖ്യാനങ്ങളായാലും അതിലൊക്കെ വലിയ അത്ഭുതങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ ആയത്തുകളൊക്കെ സ്വഹാബിമാർക്ക് ഓതിക്കൊടുത്തത് എന്നുകൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കുക. അക്ഷരമറിയാത്ത, എഴുത്തറിയാത്ത, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ ഈ മഹായാഥാർത്ഥ്യങ്ങളെപ്പറ്റി സംസാരിച്ചു? ഖുർആൻ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിനുള്ള മറ്റൊരു തെളിവ് കൂടിയാണ് സൂറത്തു അൽ അംബിയയിലെ 30-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സൂറത്തു റഹ്മാനിലേക്ക് തന്നെ തിരിച്ചു വരാം. 8-ാമത്തെ ആയത്ത് നോക്കുക. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, നിങ്ങൾ തുലാസിൽ ക്രമക്കേട് വരുത്താതിരിക്കാൻ വേണ്ടിയാണത്. അള്ളാഹു മീസാൻ വെച്ചത് വവദഅൽ മീസാൻ എന്ന് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞല്ലോ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, നിങ്ങൾ തുലാസിൽ, തൂക്കത്തിൽ ക്രമം തെറ്റിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. തഗ യത്ഗ എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റിക്കുക, അക്രമം ചെയ്യുക, അതിര് കടക്കുക എന്നൊക്കെയാണ് അർത്ഥം. തഗ യത്ഗ തുഗ്യാൻ. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറയുന്നുണ്ടല്ലോ ഫിർഔൻ്റെ അടുക്കലേക്ക് പോകാൻ. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ, നീ ഫിർഔൻ്റെ അടുക്കലേക്ക് പോകണം, ചെല്ലണം. ഫിർഔൻ അതിര് കവിഞ്ഞിട്ടുണ്ട്, അവൻ അക്രമിയായിട്ടുണ്ട്. അവിടെ ഖുർആൻ പ്രയോഗിച്ചത് തഗ എന്നാണ്. ഇതും ഖുർആനിൽ ഒരുപാട് വന്നൊരു പദമാണ്. തഗ, അതിര് കവിയുക, അക്രമം കാണിക്കുക, ക്രമം തെറ്റിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അല്ലാ തത്ഗൗ, നിങ്ങൾ ക്രമം തെറ്റിക്കാതിരിക്കാൻ. എവിടെ? ഫിൽ മീസാൻ, തുലാസിൽ, തൂക്കത്തിൽ. ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അള്ളാഹു മീസാൻ ഇറക്കി തന്നു. എന്തിന്? മനുഷ്യന്മാർ അതിര് കവിയാതിരിക്കാൻ, അവർ ക്രമം തെറ്റിക്കാതിരിക്കാൻ. മനുഷ്യന്മാരുടെ ബുദ്ധിയിലേക്കും ചിന്തയിലേക്കും കാര്യങ്ങൾ ഒതുങ്ങിയാൽ ആ ക്രമം തെറ്റും. അള്ളാഹു നിശ്ചയിച്ചു തന്ന ആ വ്യവസ്ഥയിലൂടെ തന്നെ അവർ നീങ്ങുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ മനുഷ്യന്മാരുടെ ചിന്തയിലേക്കും ബുദ്ധിയിലേക്കും കാര്യങ്ങൾ ഒതുങ്ങിയാലോ ലഫസദത്തി സമാവാതു വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും പ്രശ്നങ്ങളുണ്ടാകും. ഇവിടെയൊക്കെ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യം, മീസാൻ എന്ന് പറയുമ്പോൾ ആ രണ്ട് തട്ടുകളുള്ള ഉപകരണം മാത്രമല്ല നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. എല്ലാ നിലക്കുള്ള നീതിയും അതിൽ പെടും. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫ്ലഹുല്ല വവദഅൽ മീസാൻ എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് എല്ലാ നീതിയും. എത്രത്തോളം എന്ന് വെച്ചാൽ ഭാര്യമാർക്കും മക്കൾക്കും ഇടയിൽ പോലും ഒരാൾ കാണിക്കുന്ന നീതി ആ വവദഅൽ മീസാൻ എന്ന ആയത്തിൻ്റെ പരിധിയിൽ വരുമെന്നാണ്. അള്ളാഹു നീതിമാനാണ്, നീതിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹുവിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആ നീതി നമുക്ക് കാണാനും കഴിയും. അള്ളാഹു ഖുദ്സിയായ ഒരു ഹദീസിലൂടെ, ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്ന ഹദീസാണ്. അതിലൂടെ അള്ളാഹു നമ്മളോട് പറയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ അനീതിയെ, അക്രമത്തെ എനിക്ക് ഹറാമാക്കിയിട്ടുണ്ട്. വജഅൽതുഹു ബൈനകും മുഹറമ, അത് നിങ്ങൾക്കിടയിലും ഞാൻ ഹറാമാക്കിയിട്ടുണ്ട്. പരസ്പരം അനീതി കാണിക്കുക, അക്രമം കാണിക്കുക എന്നത് അള്ളാഹുവിന് വെറുപ്പാണ്, അള്ളാഹുവിന് ഇഷ്ടമല്ല. നീതിയെ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്നു. നീതി കാണിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുകയും ചെയ്യുന്നു. രണ്ടു കൂട്ടർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നിടത്ത് സൂറത്തു അൽ ഹുജറാത്തിലൂടെ അള്ളാഹു പറയുന്നു, ഫഅസ്ലിഹു ബൈനഹുമ, നിങ്ങൾ ആ രണ്ടു കൂട്ടരെയും നന്നാക്കാൻ നോക്കണം, അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം. ബിൽ അദ്ലി, നീതി കൊണ്ട്. വഅഖ്സിതു, നിങ്ങൾ നീതി പാലിക്കുകയും ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, തീർച്ചയായും നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. 49-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ആയത്താണത്. നമുക്ക് പെട്ടെന്ന് ചില ഉദാഹരണങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അർഷിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗങ്ങളെ അള്ളാഹു എണ്ണി പറഞ്ഞു. അർഷിൻ്റെ തണലല്ലാത്ത വേറൊരു തണലുമില്ലാത്ത സമയത്ത് അള്ളാഹു ഈ 7 വിഭാഗങ്ങൾക്ക് തണൽ കൊടുക്കുമെന്നാണ്. അതിലൊന്നാമതായിട്ട് അള്ളാഹു എണ്ണിയത് ആരെയാണ്? അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. നാളെ ആഖിറത്തിൽ മീസാനുണ്ട്. എന്തിനാണ് മീസാൻ? അത് അള്ളാഹുവിൻ്റെ നീതിയെയാണ് അറിയിക്കുന്നത്. നാളെ ആഖിറത്തിൽ അള്ളാഹു നമ്മുടെ കൈകളിൽ നമ്മുടെ കർമ്മങ്ങളുടെ രേഖ തരും. ഇഖ്റ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ, നിങ്ങൾ നിങ്ങളുടെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങളെ വിചാരണ ചെയ്യാൻ നിങ്ങൾക്ക് ആ ഗ്രന്ഥം തന്നെ മതി.
എന്തിനാണ് ഈ മീസാനും എന്തിനാണ് ഈ കർമ്മങ്ങളുടെ ഏടുമൊക്കെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത്? അത് അള്ളാഹുവിൻ്റെ നീതിയെയാണ് അറിയിക്കുന്നത്. അതല്ല എങ്കിൽ അള്ളാഹുവിന് അറിയാലോ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മളെങ്ങനെയാണ് ജീവിച്ചത്, നമ്മളെ ശിക്ഷിക്കണോ, നമുക്ക് എന്ത് കൂലി തരണം, എന്ത് പ്രതിഫലം തരണം, ഇതൊക്കെ അള്ളാഹുവിന് അറിയാം. പക്ഷെ മനുഷ്യരെ കൂടി അള്ളാഹു അത് ബോധ്യപ്പെടുത്തുകയാണ്. അതിനാണ് ആഖിറത്തിൽ മീസാൻ, അതിനാണ് ആഖിറത്തിൽ അള്ളാഹു നമ്മുടെ കർമ്മങ്ങളുടെ രേഖ നമ്മുടെ കയ്യിൽ തരുന്നത്. അതല്ലാതെ അള്ളാഹുവിന് അറിയാനല്ലല്ലോ. അള്ളാഹുവിനറിയാം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ട്, എന്തൊക്കെ കുറ്റങ്ങൾ നമ്മുടെ മേലുണ്ട്, ഏതൊക്കെ നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അഹ്സാഹുല്ലാഹു വനസൂഹ്, നമ്മൾ മറന്നതും അള്ളാഹു ക്ലിപ്തപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ നീതിയെയാണ് അറിയിക്കുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മനുഷ്യർക്കിടയിൽ മാത്രമല്ല, നാൽക്കാലികൾക്കിടയിൽ പോലും, മിണ്ടാപ്രാണികൾക്കിടയിൽ പോലും അള്ളാഹു ഈ നീതി നടപ്പിലാക്കുന്നുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ ഓരോരുത്തർക്കും അള്ളാഹു അവരുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കും. ഹത്താ യുഖാദ ലിശാത്തിൽ ജൽഹാഇ മിനശാത്തിൽ ഖർനാ. കൊമ്പുള്ള ഒരാടിനോട് കൊമ്പില്ലാത്ത ഒരാട് ആഖിറത്തിൽ വെച്ച് പകരം ചോദിക്കുമെന്നാണ്. ദുനിയാവിൽ വെച്ച് കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ട്. ആഖിറത്തിൽ വെച്ച് ആ അക്രമത്തിന് കൊമ്പില്ലാത്ത ആട് കൊമ്പുള്ള ആടിനോട് പകരം ചോദിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാൽക്കാലികൾക്കിടയിൽ പോലും അള്ളാഹു ഈ നീതി നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ചിന്തിക്കുക. ഈ ആടിനും പോത്തിനും ഇവിടുത്തെ കന്നുകാലികൾക്കൊന്നും ശരീഅത്തിൻ്റെ നിയമങ്ങളില്ല. അവർക്കിടയിൽ പോലും അള്ളാഹു ഈ നീതി നിർവഹിക്കുന്നുണ്ട് എങ്കിൽ ഖുർആനും സുന്നത്തുമൊക്കെ അനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് അള്ളാഹു ഭൂമിയിലേക്ക് അയച്ച നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ നിലകൊള്ളുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഇനി പ്രിയപ്പെട്ടവരെ, 9-ാമത്തെ ആയത്ത് നോക്കുക. വ അഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. നിങ്ങൾ നീതിമുറ അനുസരിച്ച് തൂക്കം നിലനിർത്തുവിൻ, തുലാസ് നഷ്ടം വരുത്തുകയും അരുത്, തൂക്കത്തിൽ നഷ്ടം വരുത്തുകയും ചെയ്യരുത്. വ അഖീമു, അഖാമ യുഖീമു ഇഖാമത്തൻ എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ഏറ്റവും പെർഫെക്റ്റായിട്ട് അതിൻ്റെ പരിപൂർണ രൂപത്തിൽ ചെയ്യലാണ്. അതാണ് അഖീമുസ്സലാത്ത്. അല്ലെ, നിസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞത് അഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരം മുറപ്രകാരം നിലനിർത്തണം. നിസ്കാരത്തിൻ്റെ ഷർത്തുകളും റുക്നുകളും വാജിബാത്തുകളും ഖുശൂഉമൊക്കെ പാലിച്ചുകൊണ്ട് അത് നിർവഹിക്കണം. അഖീമു സുഫൂഫക്കും, നിങ്ങൾ സൊഫ് ശരിയാക്കണമെന്ന് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയോഗിച്ച പദം അഖീമു സുഫൂഫക്കും എന്നാണ്. അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് എത്രത്തോളം ഉഷാറാക്കാൻ പറ്റുമോ അത്രത്തോളം ഉഷാറാക്കി നിർവഹിക്കുക എന്നൊരു അർത്ഥമാണ് അഖാമ യുഖീമു ഇഖാമത്തൻ എന്ന പദത്തിനുള്ളത്. അതാണ് ഇവിടെ ഈ ആയത്തിലും അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. വ അഖീമുൽ വസ്ന, നിങ്ങൾ തൂക്കം നിലനിർത്തുവിൻ, ബിൽ ഖിസ്തി, നീതി പ്രകാരം. ഖിസ്തുൻ എന്ന് പറഞ്ഞാൽ നീതി എന്നാണ് അർത്ഥം. അഖ്സത, നീതി കാണിച്ചു. വലാ തുഖ്സിറുൽ മീസാൻ, ആ തൂക്കത്തിൽ തുലാസിൽ നിങ്ങൾ നഷ്ടം വരുത്തരുത്. അഖ്സറ യുഖ്സിറു, ഇഖ്സാർ എന്ന് പറഞ്ഞാൽ നഷ്ടം വരുത്തുക എന്നാണ് അർത്ഥം. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി റഹിമഹുള്ളയൊക്കെ ഖതാദ റഹിമഹുള്ളയുടെ ഒരു വാചകം എടുത്തു കൊടുക്കുന്നുണ്ട്. വളരെ ചിന്തനീയമാണത്. യഅ്ദിൽ യബ്ന ആദം കമാ തുഹിബ്ബു അൻ യുഅ്ദല അലൈക്. നിന്നോട് മറ്റുള്ളവർ നീതി കാണിക്കണമെന്ന് നീ കൊതിക്കുന്നുണ്ടല്ലോ, നീ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതുപോലെ നീ മറ്റുള്ളവരുടെ കാര്യത്തിലും നീതി കാണിക്കണം. വഔഫി കമാ തുഹിബ്ബു അൻ യുവഫ അലൈക്. ബാക്കിയുള്ളവർ നിനക്ക് നിൻ്റെ അവകാശങ്ങൾ പൂർത്തിയാക്കി തരണമെന്ന്, വകവെച്ച് തരണമെന്ന് നീ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതുപോലെ നീ മറ്റുള്ളവരുടെ അവകാശങ്ങളും പൂർത്തിയാക്കി കൊടുക്കുക. ഫഇന്ന ബിൽ അദ്ലി സലാഹുന്നാസ്. തീർച്ചയായും നീതിയിൽ ജനങ്ങൾക്ക് നന്മയുണ്ട്, ജനങ്ങളുടെ ഖൈറ് നീതിയിലാണ്. കച്ചവടക്കാർക്കുള്ള ശക്തമായൊരു ഓർമ്മപ്പെടുത്തലും ഉണർത്തലുമാണ് ഈ ആയത്ത്.
ഖുർആൻ്റെ പല ഭാഗങ്ങളിലും അള്ളാഹു ഈ വിഷയം വളരെ ഗൗരവത്തിൽ തന്നെ ഉണർത്തിയെ നമുക്ക് കാണാൻ പറ്റും. ഒരു അദ്ധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തു അൽ മുത്തഫിഫീൻ എന്നാണ്. 83-ാമത്തെ അദ്ധ്യായം, അളവിൽ കുറവ് വരുത്തുന്നവർ. വൈലുല്ലിൽ മുത്തഫിഫീൻ, അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, ജനങ്ങളോട് അളന്നു വാങ്ങുകയാണെങ്കിൽ അവർ തികച്ചെടുക്കും, അവരുടെ അവകാശങ്ങൾ അവർ വിട്ടുകൊടുക്കൂല. വ ഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ, ജനങ്ങൾക്ക് അളന്നു കൊടുക്കുകയോ തൂക്കിക്കൊടുക്കുകയോ ആണെങ്കിൽ നഷ്ടം വരുത്തുകയും ചെയ്യും. അതാണ് ഇവിടെ സൂറത്തു റഹ്മാനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്, വ അഖീമുൽ വസ്ന ബിൽ ഖിസ്തി, നീതിയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? തൂക്കം കണക്കാക്കണം. വലാ തുഖ്സിറുൽ മീസാൻ, മീസാനിൽ തുലാസിൽ തൂക്കത്തിൽ നിങ്ങൾ നഷ്ടം വരുത്താൻ പാടില്ല. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്തിനെ പറ്റിയിട്ട്? സൂറത്തു ശുഅറയിലൂടെ ഷുഐബ് നബിയുടെ വാക്കുകൾ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇദ് ഖാല ലഹും ശുഐബുൻ അലാ തത്തഖൂൻ, ഷുഐബ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വയുള്ളവരാകണം. ഇന്നി ലക്കും റസൂലുൻ അമീൻ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് വന്ന വിശ്വസ്തനായ റസൂലാൻ. ഫത്തഖുല്ലാഹ വഅതിഊൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, എന്നെ അനുസരിക്കുകയും ചെയ്യണം. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഞാൻ നിങ്ങളോട് അതിൻ്റെ പേരിൽ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, എൻ്റെ പ്രതിഫലം, എനിക്കുള്ള കൂലി അത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ഔഫുൽ കൈല വലാ തകൂനു മിനൽ മുഖ്സിരീൻ, നിങ്ങൾ അളവ് പൂർത്തിയാക്കി കൊടുക്കുക, നിങ്ങൾ ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലാകരുത്. വസിനൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം, കൃത്രിമമില്ലാത്ത തുലാസ് കൊണ്ട് നിങ്ങൾ തൂക്കുക. വലാ തബ്ഖസുന്നാസ അഷ്യാഅഹും വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളിൽ നിങ്ങൾ കമ്മി വരുത്തരുത്, നാശകാരികളായിക്കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്യരുത്. ഇത് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്താണ്, അദ്ദേഹത്തിൻ്റെ പ്രബോധനമാണ്. അദ്ദേഹത്തിൻ്റെ ജനത അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചവരാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കച്ചവടം നടത്തുന്നവരാണെങ്കിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ അവിടെ നീതിയോടുകൂടി വർത്തിക്കുവാൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര മനോഹരമായിട്ടാണ് കച്ചവടത്തെ പറ്റിയുള്ള പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. മദീന അങ്ങാടിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുകയാണ്. അവിടെ കച്ചവടക്കാരുണ്ട്. ആ കച്ചവടക്കാരുടെ കൂട്ടത്തിൽ ഒരു ധാന്യ വിൽപ്പനക്കാരനുണ്ട്. അയാൾ ആ ധാന്യം കുന്നുകൂട്ടി വച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ധാന്യങ്ങളുടെ ഉള്ളിലേക്ക് കൈ പ്രവേശിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു നനവ് അനുഭവപ്പെട്ടു. നബി ചോദിക്കുകയാണ്, മഹാദ യാ സാഹിബത്ത്വആം, ഇതെന്താണിത്? ഉള്ളിലെ ധാന്യമൊക്കെ നനഞ്ഞിട്ടുണ്ടല്ലോ, എന്താണിത് സംഭവം? അദ്ദേഹം പറഞ്ഞു, അസാബത്ഹു സമാ യാ റസൂൽ അല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, മഴ നനഞ്ഞതാൻ. നബിൻ്റെ മറുപടി എന്താണ്? അഫല ജഅൽതഹു ഫൗഖ ത്വആമി കൈ യറാഹു നാസ്, ജനങ്ങൾ കാണുന്ന വിധത്തിൽ ആ നനഞ്ഞ ധാന്യം നിനക്ക് പുറത്തു വെച്ചുകൂടെ? മൻ ഗശ്ശ ഫലൈസ മിന്നി, ആര് വഞ്ചന കാണിക്കുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല. സുബ്ഹാനല്ലാഹ്. ഈ ഹദീസിനെ പറ്റി മാത്രം ബോധമുള്ളവരായാൽ മതി നമ്മുടെ ഉമ്മത്ത്. എന്നാൽ തന്നെ നാട്ടിൽ നടക്കുന്ന കച്ചവടങ്ങൾ മനോഹരമായിരിക്കും, നീതിയുടെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കും. അള്ളാഹു ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും നിയമങ്ങൾ മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഉപകാരപ്രദമായ അറിവുകൾ നമുക്കെല്ലാവർക്കും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.